ശോഭക്ക് തമാശ ശരിക്കും മനസ്സിലായില്ല അല്ലേ? പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ अब दूसरे को जोक सुना रहा है। गाना गा रहा है। ദിനേശ് ചേട്ടൻ കാലത്ത് പോയത് മുതൽ പാട്ട് തന്നെയായിരുന്നു. അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ്. എന്റെ അച്ഛൻ പാടുമായിരുന്നു, ഞാൻ പാടും. കുറച്ചൊക്കെ ദിനേശ് ചേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. गाना आता नहीं उसे गाना। क्या कर रहा है? क्या कर रहा है? നീ ആരാടാ? യേശുദാസോ? उसे भड़कने लग गया। किस बात कर रहा हूँ उससे मैं? ഇത് മുൻപേയിൽ തന്നെ ഇട്ടോളൂ. ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജൻ ഒളിച്ചോടി. ചെട്ടിത്തകുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഭാര്യയുമായി പ്രേമത്തിലായത്. ചേട്ടൻ അനിയന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകും. അതിപ്പോ തന്റെ ഭാര്യ ആയാലും ശരി, എന്റെ ഭാര്യ ആയാലും ശരി, സാഹചര്യം കിട്ട ഏത് പട്ടിയുടെ കൂടെയും പോകും. മാനച്ചക്കാണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ഇവൻ എന്തൊരു കള്ളനെന്നറിയോ? पता नहीं क्या क्या उल्टी पुल्टी चीजें सोच रहे हैं अपने माइंड में। जैसे उस वाली फिल्म में नहीं होता है, मैं मेरी पत्नी और वो ശ്രമിക്കുന്നുണ്ട്. अच्छा अभी जॉब नहीं लगी इसकी। ഹാർഡ്വെയർസിലെ സലാമിന് ഒരു 100 കത്തെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാവും. നീ എവിടെ സമരം ഉണ്ടാക്കിയല്ലേ? ഞാനൊന്നുമല്ല സമരം ഉണ്ടാക്കിയത്. പിന്നെ ഞാനോ? അപ്പൊ ഞാനുണ്ടല്ലോ. മനുഷ്യന്റെ ക്ഷമയ്ക്ക് അതിരൊക്കെ ഉണ്ട്. അന്ന് ഞാനൊന്ന് പാടിയപ്പോ എന്നെ ചീത്ത വിളിച്ചു. ഇതെന്തോന്ന് ജയിലോ? ജയിലിൽ പോലും ആളുകൾ പാടുമല്ലോ. എന്നാ നീ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കടാ. മേലനങ്ങാതെ ഇവിടെ ഇങ്ങനെ തിന്നുകൂടാൻ നാണമില്ലേ നിനക്ക്? ഈ പറയുന്ന ആളാ നാണമില്ലാത്തത്. മൂക്കറ്റം കുടിച്ച് 4 ആളി നടക്കുന്ന लड़ाई लगी भयंकरी अपने भाई से लड़ने लग गया। നിനക്കൊരു പെണ്ണിനെ കിട്ടിയപ്പോ കൂടപ്പുറപ്പുകളെ വേണ്ടതാ ഇല്ലടാ. ഇവളുടെ കല്യാണ മന്ത്രത്തിന് ഇത്രയും ശക്തി. उस पे ब्लेम लगा रही है उसकी मम्मी, उसकी वाइफ को गलत समझ रही है। എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. സ്വന്തം उसकी वाइफ भी फिर इसकी वजह से परेशान हो रही है। പെരുമാറ് ഒരാശ്വാസവാക്ക്, മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു പുഞ്ചിരി, അല്ലാതെ മുഖവും കുറിപ്പിച്ച് അകത്ത് കയറിയിരിക്കല്ല. അതൊക്കെ അമ്മയുടെ ചില മൂഢധാരണകളാണ്. ശോഭ അതൊന്നും കാര്യമാക്കണ്ട. എന്റെ അച്ഛനും അമ്മ സ്വപ്നത്തിൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ എന്നെ കുറ്റപ്പെടുത്തിയപ്പോ അച്ഛനും തങ്കുണിയും ഒക്കെ അമ്മാവിന്റെ വീട്ടിലേക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ശോഭ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ. അതുപോലെ എല്ലാത്തിനും കാരണം എന്റെ അടുത്ത് തെറ്റുകാരൻ ഞാനാണ്. വേറെ ആരുമില്ല. उसका भाई बैठ गया वहाँ जो काम है उसके चेयर पे।
അച്ഛൻ ചേട്ടന്റെ പേരിലാണല്ലോ എഴുതി വെച്ചത്. എന്റെ പേരിൽ പ്രസ്സുള്ളപ്പോ ഞാൻ ഈ ബോംബെയിലും ഡൽഹിയിലും Oh. तो वो वही काम कर रहा है. उसकी जगह पे आ गया वो. अच्छा उसी की जगह पे आ गया वो. उसके पापा करते थे ना वहाँ पे काम. वो कर रहा है. उसका भाई भाई भी है. अभी गली में घूमते ही रस्सी मांग रहा है. ഇത് മതിയോ? ധാരാളം. വെച്ചപ്പോഴാ വിറക് തീർന്ന് ശ്രദ്ധിച്ചത്. ബാച്ചിലേഴ്സ് ലൈഫ് വലിയ പാട് वो ने देख പറഞ്ഞ लिया പെങ്ങളെ. इसका husband. फिर से शक खाएगा. देख लिया उसने. अब फिर से शक खाएगा. अब इसके साथ में करेंगे झगड़ा. हाँ पूछेगा इससे. ഞാനില്ലാത്ത സമയം നോക്കി താനെന്തിനാ എന്റെ വീട്ടിൽ കയറിയെന്നാ ചോദിച്ചത്. വിറക് കെട്ടാൻ ഒരു കയറ് ചോദിച്ച് കയറിയതാ. അപ്പൊ വിറക് ഇതുവരെ क्या क्या सोच रहा है ये. കെട്ടിയതല്ല. ഇയാൾ എവിടുത്തെ ആരണടാ? ഞാൻ ഇവിടുത്തുകാരൻ തന്നെടാ. താൻ കയറ് പൊട്ടിക്കുന്നവനാണെന്നും വേലി ചാടുന്നവനാണെന്നും എനിക്ക് നേരത്തെ അറിയാമടാ. अच्छा, बोलने വേലി लगा. എന്ത് ചെയ്യും? പിടിച്ച് വിഴുങ്ങോ? ശരിയാ, നിന്റെ ഭാര്യയെ കറക്കെടുക്കാൻ വേണ്ടി തന്നെ ഞാൻ വീട്ടിൽ കയറിയത്. അങ്ങനെ കറങ്ങുന്നവളല്ല എന്റെ ഭാര്യ. ഞാൻ ഇന്നു മുതൽ 7 ദിവസത്തിനകം അവളെ ഞാൻ തട്ടിയെടുത്തില്ലെങ്കിൽ എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി എന്നല്ലടാ. എന്നാ നീ ചാവാൻ ഒരുക്കിക്കടാ. പോടാ കഴുത. सबके साथ लड़ाई कर. तुम्हें झगड़ा कर रहा उससे. ओके अपनी वाइफ के साथ नहीं करे झगड़ा. अपनी वाइफ के साथ नहीं करेगा. सबके साथ करेगा. ഭയങ്കരമായ ഒരു കംപ്ലൈന്റ് ഉണ്ട് സാർ. पुलिस में विनोद चला गया. कुमार पुलिस आलपी. कंप्लेन. अबे अरे अबे ഭാര്യയെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ. ഏത് ഭാര്യയും അയാളും തമ്മിൽ സ്ത്രീ അബലയല്ലേ സാർ? അവന്റെ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങയില്ലെന്ന് ആര് കണ്ടു? തീരുമാനം സാർ, ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത്. ഭാര്യയെ തട്ടിക്കൊണ്ട് പോയി. ആ ഭീകരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ വീട്ടിൽ കയറി വരുമല്ലോ. അപ്പൊ വല്ല തെങ്ങിലും പിടിച്ച് കെട്ടിയിട്, എന്നിട്ട് നേരെ അങ്ങോട്ട് വാ. പോലീസുകാര് കൈക്കൂലി വാങ്ങാൻ എടോ, തനിക്ക് പറ്റിങ്ങി അവനെ കൈയോടെ പിടിച്ചോണ്ട് പാടോ. रुपए देगा शायद लग रहा मुझे. വരാൻ പറ്റുമോ? क्या करेगा फिर? അവളുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ തട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ വെല്ലുവിളിച്ചത്. सबसे दुश्मनी निकाल रहा भयंकर. നിൽക്കണം. അപ്പൊ അവൻ വരും, വീട്ടിൽ കയറി പതുങ്ങിച്ചെന്ന് क्या അടിച്ച് कहती है शर्ट इसके माइंड में नहीं. इतनी छोटी सी चीज को उसने कितना बड़ा बना दिया इशू. उसकी वजह से उसके घर में जितने भी थे वो सब चले गए वहां से. हाँ ശോഭേ, ദിനേശ് है 2 दिन के लिए छोड़ेगा अपनी वाइफ को. എനിക്ക് കോയമ്പത്തൂർ വരെ പോയേ പറ്റൂ. പുതിയൊരു പ്രസ് തുടങ്ങണം. ചില उसको മെഷീൻ पकड़ना चाहता है ना. झूठ बोल रहा है. कर रहा है नहीं प्रेस खोलने का. എന്നാലും നിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പൊയ്ക്കോളൂ. ഭയപ്പെടുന്നത് എന്തിന്? ശോഭ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. തനിച്ച് നിന്ന് ശീലിക്കുന്നത് उससे നല്ലതാണ്. वो डर लग रहा है. भयंकर इसे तो अकेले क्या कर रहा है ये. अच्छा अब देख तो ना कहीं. अच्छा अपने घर जा रहे हैं. अच्छा उनको देखने जा रहा है. जानू से बता ഈ रहा है 2 ദിവസവും എന്റെ देखते हैं क्या कर रहा है कि मैं जा रहा हूँ. ആയിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ 2 ദിവസം 2 दिन बाद आएगा. होटल पे रहेगा वो. എവിടുന്ന ഒരു സുബേർ
109 ഫസ്റ്റ്. ठीक है, प्लान बना रहे हैं उसको पकड़ने के लिए. അത് ആ ഭാഗത്ത് നല്ല കാറ്റ് കിട്ടും. ആ എന്നാ തെക്കറ്റത്തെ മുറി ആയിക്കോട്ടെ, അവിടെ നല്ല കാറ്റ് കിട്ടും. എനിക്ക് എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ എന്നെ ഇവിടെ കണ്ട കാര്യം പറയണ്ടേ. एक दिन पीते इसने बस सरा शिवान ने भी मुझे इम्प्रेस करना चाहता था मुझे. लाइट बंद कर दी. अच्छा अब नजर रखेगा, यहाँ से शायद दिखता होगा. शायद तब बुलाएगा पुलिस को जब उसके घर जाएगा. हाँ इसे तो कर रहा है ये सब, ये ताकि मैं उसे रंगे हाथों पकड़ सकूं. जा तो रहा कोई. ओ बैंगर कौन होगा? कोई किसी काम से नहीं जा सकता बैंगर. ओ डंडा चाहिए. ഇന്ന് മതിയോ? ऐसे कैसे हटा ये? നിശ്ചയിക്കാമെന്ന് കരുതി. അപ്പോ അനുജനുമായി വഴക്കിടാൻ എന്താ കാരണം? എനിക്കറിയാം. इसके पापा हैं वो. इसके पापा भी. കോയമ്പത്തൂർക്ക് उसको तो नहीं बताया कोई बतूर जा रहा हूं मैं. ഒരു പ്രത്യേക സ്വഭാവം. ഇതാ डंडा लेके चला गया. ये तो से हमला कर देगा. हाँ से हमला करेगा. ऊपर से भी देख रहा है. नहीं छत से आ रहा है अंदर. वहां से क्यों आ रहा है ये? അല്ലെങ്കിൽ ദിനേശേട്ടൻ വരുന്നവർ ഇവിടെ താമസിക്കാലോ, അതാ നല്ലത്. रो रहा है. सीधे सर में मार दी उसने. അച്ഛൻ എപ്പോ വന്നു? വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങള്? कैसा पागल है. അച്ഛൻ ഈ സംഭവം किसी को बात बताना. എന്റെ തല്ലിയതെന്ന്. പക്ഷേ എന്റെ സംശയം നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അങ്ങനെ പറയല്ല അച്ഛാ. സ്വന്തം എന്റെ മോളെ നീ കണ്ണീര് കുടിപ്പിക്കരുത്. ഇല്ല അച്ഛാ, ശോഭയെ ഞാൻ ഒന്നുപോലെ നോക്കും, സ്നേഹിക്കുന്നുണ്ട് അച്ഛാ. അത് ഇന്നലത്തെ രാത്രിയോടെ എനിക്ക് ശരിക്കും कौन आ गया गाड़ी से? उसके पास तो गाड़ी नहीं थी. मेरी कोई और यार होगा. ये कौन लड़की? സരള अच्छा इसके दोस्त है साथ फ्रेंड. ഷോക്കായി പോയല്ലോ. ഷോക്ക് എന്നല്ല പറയുക, അപ്രതീക്ഷിതമായ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന വികാരത്തിന് ഇംഗ്ലീഷിൽ പറയണം. എവിടെ നീ? ദിനേശേട്ടൻ എവിടെ? ഇപ്പൊ പുറത്തോട്ട് പോയി. വാ. कुछ और ना समझ लिया दोबारा से. ഈ കാശ്മീർ ഉണ്ടല്ലോ, സിനിമയെ കാണാനും മനോഹരമായ സ്ഥലം എന്ന് പുസ്തകത്തിൽ വായിക്കാനും മാത്രമേ കൊള്ളാവൂ. ആയാലും ബാലേട്ടിനെ കെട്ടിച്ചിട്ട് എന്റെ കാര്യമുള്ളൂ. നീ എല്ലാം കഴിച്ചോ? കഴിച്ചു, എന്നാലും കമ്പനി കയറിട്ടില്ല ഇതിന്. देखो फिर आ गया, फिर शक आएगा. अब कौन आता? फिर तो लाल डंडा गई. शक की आदत तो बहुत खराब होती है. पहले उसकी मम्मी रहती थी साथ में. हाँ अब तो कोई नहीं था. तब तो उसकी मम्मी रहती थी साथ में तो ठीक था. नहीं बढ़ जाएगा.
എപ്പോഴും ആലോചിക്കാറുണ്ട്. ജാതകം നോക്കുന്ന ശരിയായില്ല. മൂപ്പരാകെ സെറ്റപ്പായിരിക്കുക. ഇവളെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് പ്രേമം പുനരാരംഭിക്കാനാവും. क्या क्या सोच रहा हो? फिर जो गलत सोचने लग गया. ഒരു മൂത്ത ചേച്ചിയുടെ ഉത്തരവാദിത്തങ്ങളാ എനിക്ക് എപ്പോഴും. നീ ഇവിടെ എത്തിയത് വലിയ രക്ഷയായി. ഇനി മിണ്ടാനും പറയാനും ഒരാളായല്ലോ. 2 4 3 0. अब इससे मिलेगा नहीं शायद वो. ശോഭ എന്നിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു. छुपा रही है मुझसे. एविडेंस को इकट्ठा करेगा. ओ बैंक कागज ढूंढता. सीक्रेट जानना चाह रहा उसके. जिसका अटैच है ना, कहीं वो ना आ जाए बैंक करके. कैसे कर दिए? सारे कपड़े खराब कर दिए. ये क्या चेक बुक है क्या? ആശംസകളോടെ ഗായത്രി, വത്സല. ബാലചന്ദ്ര മേനോൻ. നിന്റെ കുപ്പായമണിഞ്ഞ നീലത്തടാകം, അകലെ കുന്നിൻ ചെരുവിനും അപ്പുറം മുങ്ങിത്താഴുന്ന സൂര്യൻ. മറ്റേയാൾ ആരായിരിക്കും? ഇവള് തന്നെ, അല്ലാതാര്? ജീവിതയാത്ര കണ്ടുമുട്ടടാ. പുഞ്ചിരിക്കണോ? സ്വന്തം ബാലചന്ദ്ര മേനോൻ. अब ये शक खा रहा है ബാലേട്ടൻ. कि बालेटन जो है ये वही है बालचंद्रन. പ്രിയപ്പെട്ട ഡോക്ടർ, ആകേണ്ടി വന്നതാണ്. കാമുകന്റെ സന്ദേശവുമായി അവന്റെ സഹോദരി വന്നിരിക്കെ എന്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ ഡോക്ടർ? പ്ലീസ്. സ്വന്തം തളത്തിൽ ദിനേശൻ. पढ़ लेगी लेटर तो दिक्कत हो जाएगी फिर इसे. പോയല്ലോ. എപ്പോഴാ വന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞില്ല. വെൽ ഡൺ ഗേൾ. വെൽ ഡൺ. कितना हाँ मिला रहा फोन उसी नंबर पे. अब उसको धमकी देगा साहब. ബാലചന്ദ്ര മേനോന്റെ വീടല്ലേ? അല്ലല്ലോ. 24302 അല്ലേ? അതെ, നമ്പർ ശരിയാണ്. പക്ഷെ उसने अपना नंबर दिया शायद. अरे बालेटन का नंबर है ना, उसे बालचंद्रन समझ रही है. अच्छा अच्छा बालचंद्रन समझ रहा. ബാലന്റെ പഴയ ഒരു സഹപാഠി ജോസഫ്. ഇപ്പൊ NCC ഓഫീസറായി ചാർജ് എടുത്ത് ഇവിടെ വന്നിരിക്കുക. ഓഹോ, ഇവിടെ തന്നെ ചാർജ് എടുക്കാൻ മറ്റു വല്ല കാരണങ്ങളും ഉണ്ടോ? ബാലൻ പ്രേമത്തിലായിരുന്നല്ലോ. उससे जानना चाह रहा है. നിങ്ങൾ ആരെ പറ്റി സംസാരിക്കുന്നേ? അതേ കുട്ടി, കുട്ടിയുടെ ബാല ഇവിടെ ശോഭ से प्यार करता था അല്ലേ? എന്ത് പ്രേമം? ഏത് ശോഭ? ശോഭയെ അറിയില്ല അല്ലേ? ആ കുട്ടിയുടെ ജീവനം നശിപ്പിക്കാനല്ലേ ഈ ക്യാപ്റ്റൻ. क्या क्या अंडरस्टैंड बोल रहा है. നിനക്ക് വിളിച്ചു പോകാനല്ലേ ഇവിടെ ഫോൺ വെച്ചിരിക്കുന്നത്? എടീ, നിന്റെ ബാലേട്ടന് പ്രേമിക്കാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടികളെ നോക്കാൻ പറയടി. ये लड़की आई थी ना उसके यहाँ. अब वो उसका हस्बैंड तो नहीं कहीं. बालेटन उसका हस्बैंड ही शायद. इसने नाम गलत, वो बालचंद्रन था इसने बालेटन कर लिया. अरे बालेटन को वो समझ रही है बालचंद्रन. वही बोल रहा मैं. ओ उसे घर से लगे शायद. कैप्टन एस बालन. घंटे बजा रहा. और वो बताएगी अपने तो पुलिस ऑफिसर है. ओ आर्मी ऑफिसर हो. अच्छा. യെസ്. ശല്യപ്പെടുത്തേണ്ടി വന്നതിൽ ക്ഷമിക്കണം. इंटरव्यू लेने आ रहा. എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഉദ്ദേശം? സാർ ഇവിടെ NCC ഓഫീസറായി ചാർജ് എടുത്ത വിവരം ഇന്നലെയാണ് അറിഞ്ഞത്.
इसका मोटिव ये है ना कि मैं एविडेंस जुटाऊं। പ്ലീസ് കം ഇൻ. താങ്ക് യു സാർ. പ്ലീസ്. നിങ്ങളുടെ റീഡേഴ്സിന് എന്റെ സ്വകാര്യ ജീവിതത്തിൽ എന്ത് താല്പര്യം ഉണ്ടാവാനാണ്? താല്പര്യമുണ്ട് സാർ. സാറിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതണമെന്ന്. സാർ ഈ ടൗണിൽ ചാർജ് എടുക്കാനുണ്ടായ കാരണവും എല്ലാവർക്കും അറിയാം. എന്ത് കാരണം? എന്തായിരിക്കും കാരണം?